മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം 1948 UN അംഗീകരിച്ച പ്രമാണമാണിത്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 1993 ഡിസംബർ 18. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 1993 ഡിസംബർ 22. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ഡിസംബർ 8. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും 5 സ്ഥിരാംഗവും. ഇതിലെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാൾ ആയിരിക്കണം. മറ്റ് അംഗങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. ഇനി 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 43 സെക്ഷനുകളും 8 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. 1993 മനുഷ്യാവകാശ നിയമം 2006 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1 പ്രിലിമിനറി. നിയമത്തിന്റെ പേര്, വ്യാപ്തി, വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ. ചാപ്റ്റർ 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, അംഗങ്ങളുടെ നിയമനം, കാലാവധി, നീക്കം ചെയ്യൽ എന്നിവ. ചാപ്റ്റർ 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുവാനും പരാതികൾ സ്വീകരിക്കാനുമുള്ള കമ്മീഷന്റെ അധികാരം. ചാപ്റ്റർ 4 നടപടിക്രമങ്ങൾ. പരാതികളിന്മേലുള്ള അന്വേഷണം നടത്തുന്ന രീതി, അന്വേഷണ ഏജൻസികളുടെ സഹായം തേടൽ എന്നിവയെക്കുറിച്ച്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ. ഓരോ സംസ്ഥാനത്തും കമ്മീഷനുകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അവയുടെ ഘടനയെക്കുറിച്ചും. ചാപ്റ്റർ 6 മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 സാമ്പത്തികവും അക്കൗണ്ടുകളുടെ ഓഡിറ്റും. അധ്യായം 8 വിവിധ വിഷയങ്ങൾ. കമ്മീഷൻ അംഗങ്ങളുടെ സംരക്ഷണം, നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം, മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നിവയിൽ ഇത് ഉൾപ്പെടുന്നു. സെക്ഷൻ 1 നിയമത്തിന്റെ പേരും വ്യാപ്തിയും, ചുരുക്കപ്പേരും ആരംഭവും. സെക്ഷൻ 2 നിർവചനങ്ങൾ, മനുഷ്യാവകാശം, കമ്മീഷൻ തുടങ്ങിയവയുടെ വിശദീകരണം. സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. സെക്ഷൻ 4 ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന രീതി. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ശുപാർശ ചെയ്യുന്ന പേരാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. ഈ കമ്മിറ്റിയിലുള്ളത് പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. സെക്ഷൻ 5 ചെയർപേഴ്സണെയും അംഗങ്ങളെയും രാജിയും നീക്കം ചെയ്യലും. രാജിയെക്കുറിച്ച് പറയുന്നത് പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നീ 2 കാരണങ്ങൾ കാരണമാണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യുവാനുള്ള അധികാരമുള്ളത്. ഇതിനായിട്ട് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു. സുപ്രീം കോടതി അന്വേഷണം നടത്തി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സെക്ഷൻ 6 ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതായിരുന്നു കാലാവധി. സെക്ഷൻ 7 ചില സാഹചര്യങ്ങളിൽ അംഗം ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നത്, അതായത് ചെയർപേഴ്സന്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നാലാണ് ഇത്തരം സന്ദർഭം ഉണ്ടാകുന്നത്. സെക്ഷൻ 8 സേവന നിബന്ധനകളും വേതനവും. സെക്ഷൻ 9 ഒഴിവുകൾ വന്നാൽ കമ്മീഷന്റെ നടപടികൾ അസാധുവാകില്ല. സെക്ഷൻ 10 നടപടിക്രമങ്ങൾ കമ്മീഷൻ തന്നെ നിശ്ചയിക്കുന്നു. സെക്ഷൻ 11 കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും.
കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറലായിരിക്കും. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കും. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷന് ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. സെക്ഷൻ 12 അന്വേഷണ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. പരാതികൾ അന്വേഷിക്കുക, ജയിലുകൾ സന്ദർശിക്കുക എന്നിവയാണ്. ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം കമ്മീഷന് ഇല്ല. സെക്ഷൻ 13 അന്വേഷണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ. സെക്ഷൻ 14 അന്വേഷണം. സെക്ഷൻ 15 കമ്മീഷന് മുൻപാകെ നൽകുന്ന മൊഴികൾ. സെക്ഷൻ 16 താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് കേൾക്കുവാനുള്ള അവസരം നൽകൽ. സെക്ഷൻ 17 പരാതികൾ അന്വേഷിക്കുവാൻ സംബന്ധിച്ച വിവരങ്ങൾ. സെക്ഷൻ 18 അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾ. സെക്ഷൻ 19 സായുധ സേനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. സെക്ഷൻ 20 കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടുകളും. കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഓരോ സഭയിലും അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ മുൻപാകെ യഥാക്രമം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വയ്ക്കേണ്ടതാണ്. സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1998 ഡിസംബർ 11 രൂപീകൃതമായത്. സെക്ഷൻ 22 സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, അങ്ങനെ ആകെ അംഗസംഖ്യ 3 ആണ്. സെക്ഷൻ 23 ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിയമന കമ്മിറ്റിയിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. നീക്കം ചെയ്യുവാനുള്ള കാരണങ്ങൾ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ. സെക്ഷൻ 24 സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചില സാഹചര്യങ്ങളിൽ അംഗങ്ങളെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് സെക്ഷൻ 25. സെക്ഷൻ 26 സേവന നിബന്ധനകളും വേതനവും. സെക്ഷൻ 27 സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും. സെക്ഷൻ 28 സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടുകളും. സെക്ഷൻ 29 ദേശീയ കമ്മീഷനെ സംബന്ധിച്ച ചില വ്യവസ്ഥകൾ സംസ്ഥാന കമ്മീഷനും ബാധകമാണ്. സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കൽ. സെക്ഷൻ 31 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. സെക്ഷൻ 32 കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ. സെക്ഷൻ 33 സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ. സെക്ഷൻ 34 ദേശീയ കമ്മീഷന്റെ അക്കൗണ്ടുകളും ഓഡിറ്റും. സെക്ഷൻ 35 സംസ്ഥാന കമ്മീഷന്റെ അക്കൗണ്ടുകളും ഓഡിറ്റും. സെക്ഷൻ 36 നിലവിലെ മറ്റ് കമ്മീഷനുകൾ പരിഗണിക്കുന്ന പരാതികൾ ഒഴിവാക്കുന്നത്. സെക്ഷൻ 37 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കുന്നത്. സെക്ഷൻ 38 സന്മനസ്സോടെ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള സംരക്ഷണം. സെക്ഷൻ 39 കമ്മീഷൻ അംഗങ്ങളും ഉദ്യോഗസ്ഥരും പൊതുസേവകർ ആയിരിക്കും. സെക്ഷൻ 40 ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം. സെക്ഷൻ 40A മുൻകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അധികാരം. സെക്ഷൻ 41 ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം. സെക്ഷൻ 42 പ്രയാസങ്ങൾ നീക്കം ചെയ്യുവാനുള്ള അധികാരം. സെക്ഷൻ 43 റദ്ദാക്കലുകൾ. വിവരാവകാശ നിയമം 2005. ആകെ 31 സെക്ഷനുകളും 6 അധ്യായങ്ങളും 2 സ്കെഡ്യൂളുമാണ് ഇതിലുള്ളത്. ലോക്സഭയിൽ പാസാക്കിയത് 2005 മെയ് 11. പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. ഇത് സ്ഥാപിച്ചത് അരുണ റോയിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ V. ഹരി നായരാണ്. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജ്കുമാർ ഗോയൽ. 2019 ഭേദഗതി നടത്തിയിട്ടുണ്ട്. 2019 ജൂലൈ 22 ലോക്സഭ പാസാക്കി. 2019 ജൂലൈ 25 രാജ്യസഭയും 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മുൻപ് ഇവരുടെ കാലാവധി 5 വർഷം
അല്ലെങ്കിൽ 65 വയസ്സ് വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷമാണ് കാലാവധി. 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 മറ്റ് അംഗങ്ങളുടെ ശമ്പളം 2,25,000 6 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തത് പ്രിലിമിനറി, 2 വിവരത്തിനുള്ള അവകാശവും പൊതു സ്ഥാനങ്ങളുടെ കടമയും, 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലയും അപ്പീലും പിഴയും, 6 മെസ്സലേനിയസ്. 2 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പട്ടിക കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയും, രണ്ടാം പട്ടിക ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതുമാണ്. ആകെ 21 വകുപ്പുകളാണുള്ളത്. അതിൽ സെക്ഷൻ 2 വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ. ഉദാഹരണത്തിന് വിവരം എന്താണ്, പൊതു അധികാരികൾ എന്താണ്, രേഖ എന്താണ്. അതിൽ 2A സമുചിത സർക്കാർ, 2F വിവരം, 2H പൊതു അധികാര സ്ഥാപനം, 2J വിവരാവകാശം. സെക്ഷൻ 3 എല്ലാ പൗരന്മാർക്കും വിവരം ലഭിക്കുവാനുള്ള അവകാശം നൽകുന്നു. സെക്ഷൻ 4 പൊതു അധികാരികൾ വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തേണ്ടതിനെക്കുറിച്ച്. സെക്ഷൻ 5 പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്. സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ്. 5 സബ്സെക്ഷൻ 4 ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർക്കും അവരുടെ കർത്തവ്യങ്ങൾ ശരിയായ നിർവഹണത്തിന് ആവശ്യമാണെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥരിൽ നിന്നും തേടാവുന്നതാണ്. സെക്ഷൻ 6 വിവരങ്ങൾക്കായി അപേക്ഷിക്കേണ്ട രീതി. 6 സബ്സെക്ഷൻ 2 വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അദ്ദേഹം ആ വിവരം ആവശ്യപ്പെടുന്നതിൻ്റെ കാരണമോ അയാളെ ബന്ധപ്പെടുന്നതിനുള്ള വിവരം ഒഴിച്ച് മറ്റ് വ്യക്തിപരമായ വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. അപേക്ഷാ ഫീ. വിവരങ്ങൾ A4 അല്ലെങ്കിൽ A3 പേജുകളാണെങ്കിൽ പേജ് ഒന്നിന് 2 രൂപയും വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ അതിന് ചെലവാവുന്ന തുക. അതുപോലെ തന്നെ A4ന് ഇപ്പോൾ 3 രൂപയാക്കിയിട്ടുണ്ട്. CD-യിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ 75 രൂപ. നേരിട്ട് വിവരം പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂർ സൗജന്യവും തുടർന്ന് ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതവുമാണ് നൽകേണ്ടത്. ഫീസ് അടയ്ക്കുന്ന രീതി കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി, ഗവൺമെൻറ് ട്രഷറി ഫീസ് അടയ്ക്കാം, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. സൗജന്യ വിവരാവകാശത്തിന് അർഹരായിട്ടുള്ളത് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7 സബ്സെക്ഷൻ 5 പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ 30 ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ, മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഈ 3 കേസിലും ഫ്രീ ആയിട്ട് ഇൻഫോർമേഷൻ നൽകാം. ഇനി സെക്ഷൻ 7 അപേക്ഷ തീർപ്പാക്കേണ്ട കാലാവധി സാധാരണഗതിയിൽ 30 ദിവസമാണ്. എങ്കിൽ ജീവനും സ്വത്തിനും അപകടം പറ്റുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ. എന്നാൽ അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയോട് വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ 5 ദിവസവും മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ട് 10 ദിവസവും. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറണമെങ്കിൽ അതിന് 5 ദിവസവും. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അതായത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയം മുതൽ അവസാനിച്ചിട്ട് 30 ദിവസം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 40 ദിവസത്തിനുള്ളിൽ. രണ്ടാമത്തെ അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പുകൾ,
മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്ക്, ഇമെയിൽ, പൊതു അധികാരിക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ നമുക്ക് വിവരാവകാശ കമ്മീഷൻ മുഖാന്തരം ലഭ്യമാകും. സെക്ഷൻ 8 വിവരങ്ങൾ നൽകുന്നതിൽ നിന്നു ഒഴിവാക്കലുകൾ. രാജ്യസുരക്ഷ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവ ബാധിക്കുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല. സെക്ഷൻ 8 സബ്സെക്ഷൻ 2 1923 ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയ പൊതു താൽപര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ അവ വെളിപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ്. സെക്ഷൻ 9 പകർപ്പവകാശം ലംഘിക്കുന്ന വിവരങ്ങൾ നിരസിക്കുവാനുള്ള അധികാരം. സെക്ഷൻ 11 മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നതിനുള്ള നടപടിക്രമം. സെക്ഷൻ 11(1) പ്രകാരം ഒരു വ്യക്തിയിൽ നിന്നും വിവരാവകാശത്തിനുള്ള അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരമോ രേഖയോ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനകം അത്തരം മൂന്നാം കക്ഷിക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നോട്ടീസ് നൽകേണ്ടതാണ്. സെക്ഷൻ 11 സബ്സെക്ഷൻ 2 കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതതു സംഗതി പോലെ ഉപവകുപ്പ് പ്രകാരം മൂന്നാം കക്ഷിക്ക് ഏതെങ്കിലും വിവരമോ അല്ലെങ്കിൽ രേഖയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തെയോ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം മൂന്നാം കക്ഷി നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനായിട്ടുള്ള പരാതി നൽകുന്നതിൽ അവസരം നൽകേണ്ടതാണ്. സെക്ഷൻ 11 സബ്സെക്ഷൻ 3 7-ാം വകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതതു സംഗതി പോലെ 6-ാം വകുപ്പ് പ്രകാരം അപേക്ഷ ലഭിച്ച് 40 ദിവസത്തിനകം പരാതി നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ വിവരമോ രേഖയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ വെളിപ്പെടുത്തേണ്ടതാണെന്നോ അല്ലെന്നോ തീരുമാനിക്കുവാനും മൂന്നാം കക്ഷിക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ നോട്ടീസ് ലിഖിതമായി നൽകേണ്ടതുണ്ട്. 11 സബ്സെക്ഷൻ 4 മൂന്നാം ഉപവകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള ഒരു നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷിക്ക് തീരുമാനത്തിനെതിരെ 19-ാം വകുപ്പ് പ്രകാരം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണെന്ന് ഒരു പ്രസ്താവന. അതായത് 11-ൽ പറയുന്നത് മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം തേടുന്നതിനെ കുറിച്ചും 11(2)-ൽ പറയുന്നത് 10 ദിവസത്തിനകം ഈ മൂന്നാം കക്ഷി തിരിച്ച് വിവരങ്ങൾ നൽകണമെന്നും 11(3)-ൽ പറയുന്നത് 40 ദിവസത്തിനകം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നും 11(4)-ൽ പറയുന്നത് മൂന്നാം കക്ഷിക്ക് ഈ പരാതിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അയാൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് എന്നുമാണ്. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 12 സബ്സെക്ഷൻ 2 കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പന്നരായിരിക്കണം. അതായത് നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം എന്നിവയിൽ എന്ന് പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 5 ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 6. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് അബീബുള്ളയും ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗുമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെല്ലുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ്. സെക്ഷൻ 12 സബ്സെക്ഷൻ 7 പ്രകാരം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലായിരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഭാരതത്തിൽ എവിടെയും ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 1-ാം ഷെഡ്യൂളിലാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഇവർ പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് ഇവരെ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യാവുന്നതാണ്. തെളിയിക്കപ്പെട്ട ദുർനിവൃത്തിക്കും അപ്രാപ്തിക്കുമാണ് ഇവരെ നീക്കം ചെയ്യേണ്ടത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം
CIC ഭവനാണ്. മുൻപ് ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. സെക്ഷൻ 13 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനങ്ങളും. ഇൻഫോർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹരല്ല. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. സെക്ഷൻ 14 ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച്. സെക്ഷൻ 14(1) പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയ രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു. സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ കാരണത്തിൽ രാഷ്ട്രപതി മുഖേന നീക്കം ചെയ്യുന്നു. സെക്ഷൻ 15 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രൂപീകൃതമായത് 2005 ഡിസംബർ 19 സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണറുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇവരെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസും നിലവിലേത് വി ഹരിനായറുമാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് മുൻപാകെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും അതത് സംസ്ഥാനങ്ങൾക്കാണ്. സെക്ഷൻ 16 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനവും. 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാനം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമനത്തിന് അർഹരല്ല. സെക്ഷൻ 17 സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും. സെക്ഷൻ 18 പറയുന്നത് ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതിനാൽ ആർക്കാണ് വിവര അഭ്യർത്ഥന സമർപ്പിക്കാൻ കഴിയുന്നത്, ആര് ആവശ്യപ്പെട്ട വിവരങ്ങളാണ് നിരസിക്കേണ്ടത്, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആർക്കാണ് തന്റെ വിവര അഭ്യർത്ഥനയോടെ പ്രതികരണം ലഭിക്കേണ്ടത് എന്നിവയെല്ലാം വ്യക്തിയുടെ പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. സെക്ഷൻ 19 അപ്പീലാണ്. 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണറേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് 1-ാം അപ്പീൽ നൽകേണ്ടതാണ്. 90 ദിവസത്തിനകം 2-ാം അപ്പീലും. 2-ാം അപ്പീൽ തീർപ്പാക്കേണ്ട ദിവസത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. സെക്ഷൻ 20 പിഴ. ഓരോ ദിവസവും 250 രൂപ മുതൽ മാക്സിമം 25,000 രൂപയാണ് പിഴ ഒടുക്കേണ്ടത്. സെക്ഷൻ 24 ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ. ഇന്റലിജൻസ് ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ ഓഫ് ദി ക്യാബിനറ്റ് സെക്രട്ടറി, ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ആസാം റൈഫിൾസ്, ഫിനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, സ്ട്രാറ്റജിക്കൽ ഫോഴ്സ് കമാൻഡ്, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് എന്ന് തുടങ്ങി കുറേ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സെക്ഷൻ 25 വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 26 ബോധവൽക്കരണ പരിപാടികൾ തയ്യാറാക്കൽ. സെക്ഷൻ 27 ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനുള്ള അധികാരം. സെക്ഷൻ 28 ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കുള്ള അധികാരം. സെക്ഷൻ 29 ചട്ടങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ സമർപ്പിക്കൽ. സെക്ഷൻ 30 പ്രായോഗിക തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനുള്ള അധികാരം. സെക്ഷൻ 31 റദ്ദാക്കലുകൾ. ഇന്ത്യൻ പൗരർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ 5 തരം ജയിലുകളാണുള്ളത്. 16 സബ് ജയിൽ, 16 സ്പെഷ്യൽ സബ് ജയിൽ, 13 ഡിസ്ട്രിക്ട് ജയിൽ. മലപ്പുറം ജില്ലയിൽ ഡിസ്ട്രിക്ട് ജയിൽ ഇല്ല. 4 സെൻട്രൽ ജയിൽ, 3 ഓപ്പൺ ജയിൽ. സബ് ജയിൽ
1 മാസം വരെ ശിക്ഷയുള്ള റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് സബ് ജയിൽ. 3 മാസം വരെ ശിക്ഷയുള്ളവരെ സ്പെഷ്യൽ സബ് ജയിൽ. 6 മാസം വരെ ശിക്ഷയുള്ളവരെ ഡിസ്ട്രിക്ട് ജയിൽ. 6 മാസത്തിലും മുകളിൽ ശിക്ഷയുള്ളവരെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. കേരളത്തിലെ 4 സെൻട്രൽ ജയിലുകളാണുള്ളത്: കണ്ണൂർ, പൂജപ്പുര, വിയ്യൂർ, തവനൂർ. സബ് ജയിലുകൾ: ആറ്റിങ്ങൽ, ആലപ്പുഴ, മീനച്ചിൽ, പീരിമേട്, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ, ചാവക്കാട്, വിയ്യൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. സ്പെഷ്യൽ സബ് ജയിൽ: തിരുവനന്തപുരം പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട, ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്, കണ്ണൂർ. ജില്ലാ ജയിൽ: തിരുവനന്തപുരം പൂജപ്പുര, കൊല്ലം തേവള്ളി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി മുട്ടം, എറണാകുളം, തൃശൂർ വിയ്യൂർ, പാലക്കാട് മലമ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് മാനന്തവാടി, കാസർഗോഡ് ഹോസ്ദുർ. കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. 2 എണ്ണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും 1 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമാണ്. ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. രണ്ടാമത്തത് ചീമേനി, കാസർഗോഡ്. മൂന്നാമത്തതും ഏക വനിതാ തുറന്ന ജയിലും പൂജപ്പുര, തിരുവനന്തപുരം. വനിതാ ജയിലുകൾ: നെയ്യാറ്റിൻകര, കണ്ണൂർ, വിയ്യൂർ. ഹൈ സെക്യൂരിറ്റി ജയിൽ, വിയ്യൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ പൂജപ്പുര. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് 2011 പൂജപ്പുര ജയിലിലാണ് ആരംഭിച്ചത്. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ തവനൂർ. ബോർസ്റ്റൽ സ്കൂളുകൾ പ്രധാനമായും 18 മുതൽ 21 വയസ്സിന് ഇടയിൽ പ്രായമുള്ള യുവ കുറ്റവാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തൃക്കാക്കരയിലാണ് ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജയിൽ ട്രെയിനിങ് സ്കൂൾ പൂജപ്പുര 1957. 1988 ഇതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ജി രാമചന്ദ്ര പിള്ള. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം പൂജപ്പുരയിലാണ്. കേരള ജയിൽ വകുപ്പിന്റെ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. കേരളത്തിലെ ജയിലുകളെ വടക്കൻ, തെക്കൻ, മധ്യ എന്നിങ്ങനെ 3 സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവയിൽ ഓരോ സോണിനും നേതൃത്വം കൊടുക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. കേരള പ്രിസൺസ് റൂൾ 1958. 1894 ഇന്ത്യൻ പ്രിസൺസ് ആക്ടും 1950 ട്രാവൻകൂർ കൊച്ചിൻ പ്രിസൺസ് ആക്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രിസൺസ് റൂൾ വരുന്നത്. പിന്നീട് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010 വന്നു. അതിനുശേഷം അതിലെ ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. ഡെറ്റിന്യൂ എന്ന് പറയുകയാണെങ്കിൽ തടങ്കലിൽ കഴിയുന്ന ആൾക്കാരെയാണ് ഡെറ്റിന്യൂ എന്ന് പറയുന്നത്. അകമ്പടി സന്ദർശന സമയം 24 മണിക്കൂറാണ്, അതായത് ട്രാവൽ ഒഴിച്ചിട്ടുള്ള സമയം. അധ്യായം 3 സെക്ഷൻ 11 ജയിൽ പരിശീലനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. പ്രത്യേകം മാറ്റി താമസിപ്പിക്കുന്നത് ഡെറ്റിന്യൂ, സൈനിക തടവുകാർ, വിദേശ തടവുകാർ, അപകടകാരികളായ തടവുകാർ, സാംക്രമിക രോഗങ്ങളുള്ളവർ. എ ക്ലാസ് തടവുകാർ, പതിവ് കുറ്റക്കാർ അല്ലാത്തവർ, സൽസ്വഭാവികൾ, നിസ്സാര കുറ്റം ചെയ്തവർ. ബി ക്ലാസ് തടവുകാർ, ഉയർന്ന സാമൂഹിക പദവിയുള്ള, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, സൽസ്വഭാവിയായ പതിവ് കുറ്റവാളിയാണ് ബി ക്ലാസ് തടവുകാർ എന്ന് പറയുന്നത്. സി ക്ലാസ് തടവുകാർ, അധമന്മാർ, സഭ്യതയില്ലാത്തവർ. കേരള പ്രിസൺസ് ആക്ടിൽ ആകെ 20 അധ്യായങ്ങളും 102 സെക്ഷൻസുമാണ് ഉള്ളത്. അധ്യായം 16 പരോളിനെ കുറിച്ച് പറയുന്നത്. ശിക്ഷയുടെ 1/3 കൂടുതലാവാൻ പാടില്ല പരോളിലെ ദിവസം. പരോൾ ലംഘിച്ചാൽ 2 വർഷം തടവും അതിന് കൂടെ പിഴയും ഉണ്ടാകും. പരാതി പരിഹാര സമിതി 3 മാസത്തിലൊരിക്കൽ കൂടേണ്ടതാണ്.
ജയിൽ ഉപദേശക സമിതി, DGP ഓഫ് പ്രിസൺസ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ സെഷൻസ് ജഡ്ജി, ജയിൽ സൂപ്രണ്ട്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, സർക്കാർ നിയമിക്കുന്ന 3 അംഗങ്ങൾ. ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടാതെയും സർക്കാരിന് സ്വയം തടവുകാരെ വിട്ടയക്കാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർഡ്സ് സ്കൂൾ സ്ഥാപിച്ചത് പഞ്ചാബിലാണ് 1926. UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ ഡോക്ടർ വാട്ടൺ സി. റെക്ലസ്. ഇന്ത്യയിൽ ആദ്യമായി ജയിലുകളെക്കുറിച്ച് പഠനം നടത്തിയത് ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി 1980. നാഷണൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ വുമൺ പ്രിസണർ 1986, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരള സർക്കാർ ജയിലുകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഉദയഭാനു കമ്മിറ്റി 1991-93. 2017 ഒരു കമ്മിറ്റി വന്നു, അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ AV ജോൺ. ജയിലിൽ കുറ്റവാളികൾക്ക് തൊഴിലും നൽകുന്നുണ്ട്. അപ്പം അവർ ചെയ്യേണ്ട പണികളിൽ കൂടുതൽ പേരും ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിപ്പണിയിലാണ്. കൃഷി, പശുനോട്ടം, പശുക്കറവ, ലൈബ്രറി നിയന്ത്രണം, കമ്പ്യൂട്ടർ ജോലികളെല്ലാം അവിദഗ്ധ ജോലികളായിട്ടാണ് ജയിലിൽ അറിയപ്പെടുന്നത്. ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് കൂടുതൽ ശമ്പളം ഉണ്ടാവും. വേതനത്തിന്റെ 50% അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും. 25% ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. 25% മോചിതമാകുമ്പോൾ അവർക്ക് ലഭിക്കും. അധ്യായം 17 അവധികളെക്കുറിച്ച് പറയുന്നത്. സാധാരണ അവധി, അടിയന്തര അവധി, ഹോം ലീവ്. ഹോം ലീവ് അനുവദിക്കുന്നത് തുറന്ന ജയിലിലുള്ളവർക്കാണ്. 5 തവണയാണ് ഹോം ലീവ് അനുവദിക്കുക. പ്രൊബേഷൻ ഓഫീസറാണ് ഇതിൽ തീരുമാനം എടുക്കുന്നത്. സാധാരണ അവധി വർഷത്തിൽ 60 ദിവസമാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ എങ്കിലും ശിക്ഷ ഉണ്ടായിരിക്കണം. 4 തവണയായിട്ട് എടുക്കാം. അതായത് 60 ദിവസം 15x4. 15 ദിവസത്തിൽ കുറയാനും പാടില്ല അറ്റ് എ ടൈം. 30 ദിവസത്തിൽ കൂടാനും പാടില്ല. 15 to 30 ദിവസത്തിന്റെ ഇടയ്ക്കായിരിക്കും ഒരു സമയത്തെ സാധാരണ അവധി. അവധിക്ക് ശുപാർശ ചെയ്യേണ്ടത് ജയിൽ സൂപ്രണ്ട്, പ്രൊബേഷൻ ഓഫീസറും ചേർന്നാണ്. ആദ്യമായിട്ട് ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി അനുവദിക്കേണ്ടത് DGP ആണ്. തുടർന്ന് അനുവദിക്കുന്നതാണ് ജയിൽ സൂപ്രണ്ട്. അടിയന്തര അവധി എന്ന് പറയുകയാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഉറ്റബന്ധുവിന്റെ മരണം, ഉറ്റബന്ധുവിന്റെ രോഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അവധി അനുവദിക്കുന്നത്. ഇതിൽ ഈ ഒരു അവധികളും ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതല്ല. 10 ദിവസത്തെ അവധിയാണ് വേണ്ടതെങ്കിൽ അതിൽ ജയിൽ സൂപ്രണ്ടിന് തീരുമാനം എടുക്കാം. 15 ദിവസം വരെ അവധി കിട്ടണമെങ്കിൽ അത് DGPക്ക് തീരുമാനിക്കാം. 45 ദിവസത്തിന് മുകളിലാണെങ്കിൽ അതിൽ സർക്കാരാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ 45 ദിവസത്തെ ലീവ് ഒരുമിച്ച് കിട്ടില്ല. അത് 15 ദിവസം മാത്രമേ കിട്ടൂ അറ്റ് എ ടൈം. അങ്ങനെ 3 തവണ എടുക്കാം. ജയിലിലെ ഡെയിലി ഭക്ഷണത്തിൽ മട്ടനും മത്സ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ചിക്കന്, മുട്ട എന്നിവ ഉൾപ്പെടുന്നില്ല. അതായത് വിശേഷ ദിവസങ്ങളിൽ കിട്ടും, ഡെയിലി മെനുവിലില്ല. ടൈം ലൈനിൽ നമുക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1956 ആദ്യമായിട്ട് കേരളത്തിൽ ജയിൽ വകുപ്പ് വരുന്നത്. 1861 നായർ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 1873 സെൻട്രൽ ജയിൽ തുടങ്ങി. 1886 പൂജപ്പുരയിലേക്ക് മാറ്റി. T. രാമറാവു വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചത് 1886. 1862-63 ദിവാൻ T. മാധവറാവു ആദ്യമായിട്ട് ഭരണ റിപ്പോർട്ട് പുറത്തിറക്കി. ഈ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയില്, ജില്ലാ കോടതി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1890 നിലാരംബർക്ക് വിടുതൽ കൊടുത്തു തുടങ്ങിയത്. 1904 സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട് വനിതാ തടവുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. 1890 എറണാകുളത്ത് സെൻട്രൽ ജയിൽ വന്നു. 1892 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ശ്രീ റോബിൻസൺ സൂപ്രണ്ടായി. 1914 ജയില് വിയൂരയ്ക്ക് മാറ്റി. 1 മാസത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് 7 സബ് ജയിലുകൾ കൊണ്ടുവന്നു. 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് 1861 വന്ന കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. ഇതിനെ 1969 ജില്ലാ ജയിലാക്കി. ഫസ്റ്റ് സെൻട്രൽ ജയിൽ വന്നത് 1869 കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ പഴക്കം ചെന്ന 2ാമത്തെ ജയിൽ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ബൽറാം കുമാർ ഉപാധ്യായ ആണ്.